വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധി അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെ ആർത്തവ സമയത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ആർത്തവകാല പ്രശ്നങ്ങൾ പലപ്പോഴും അവരുടെ ദൈനംദിന ജീവിതത്തെയും പഠനത്തെയും ബാധിക്കാറുണ്ട്. പണ്ടുകാലങ്ങളിൽ 12 വയസ്സിൽ കണ്ടിരുന്ന ആർത്തവാരംഭം ഇന്ന് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പോലും നേരത്തെ കണ്ടുവരുന്നുണ്ട്. കുട്ടികളിലെ ഈ നേരത്തെയുള്ള ആർത്തവത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വയറുവേദന, അമിത രക്തസ്രാവം, വിളർച്ച തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. പണ്ടൊക്കെ കുട്ടികളിൽ 12 വയസ്സിലാണ് ആർത്തവം കണ്ടിരുന്നതെങ്കിൽ ഇന്നത് മാറി 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പോലും നേരത്തെ ആർത്തവം ഉണ്ടാകുന്നുണ്ട്. ഇതിനു പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. അതിലൊന്ന്, പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിനേക്കാൾ കുട്ടികൾ ഇന്ന് ചോക്ലേറ്റ്, ജങ്ക് ഫുഡ്സ്, ബ്രോയിലർ ചിക്കൻ എന്നിവ കൂടുതലായി ഇഷ്ടപ്പെടുന്നു. ഹോർമോണുകൾ കുത്തിവെച്ച ചിക്കൻ ചെറുപ്രായത്തിലെ കഴിക്കുന്നത് കുട്ടികളിൽ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതാണ് ആർത്തവം നേരത്തെ ഉണ്ടാവാനുള്ള ഒരു കാരണം. അടുത്തത് വ്യായാമമില്ലായ്മയാണ്. ഭക്ഷണരീതികൾ മാറുന്നതിനൊപ്പം ആവശ്യത്തിന് വ്യായാമമില്ലാത്തതും ഈ പ്രശ്നത്തിലേക്ക് നയിക്കും. ഇനി കൗമാരക്കാരിൽ സാധാരണയായി കാണുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് കഠിനമായ വയറുവേദനയാണ്. ഇതിനെ ഡിസ്മെനോറിയ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തീവ്രത ഓരോ കുട്ടികളിലും വ്യത്യസ്തമായിരിക്കും. ചില കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉണ്ടാകുക. ഇത് സാധാരണ മരുന്ന് കഴിച്ചാൽ മാറും. എന്നാൽ മറ്റു ചിലർ ഭയങ്കരമായ വയറുവേദനയോടൊപ്പം ഛർദി, നടുവേദന തുടങ്ങിയ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടറെ കണ്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തത് അമിത രക്തസ്രാവവും വിളർച്ചയുമാണ്. സാധാരണ രീതിയിൽ ആർത്തവ സമയത്ത് 80 മില്ലി മുതൽ പരമാവധി 100 മില്ലി വരെയാണ് രക്തം നഷ്ടപ്പെടുന്നത്. എന്നാൽ ചില കുട്ടികളിൽ രക്തസ്രാവം വളരെ കൂടുതലായിരിക്കുകയും രക്തം കട്ടകളായി പോവുകയും ചെയ്യാറുണ്ട്. ഇത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയും കുട്ടികളിൽ വിളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും. കൃത്യമായ കാരണം കണ്ടെത്തി മരുന്ന് കഴിച്ചാൽ ഇതിനെ മാറ്റാവുന്നതാണ്. കൂടാതെ ആർത്തവം ആരംഭിച്ച് ആദ്യത്തെ 2 വർഷം ക്രമരഹിതമായിട്ടായിരിക്കും ഉണ്ടാകുക. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും ആർത്തവം കൃത്യമായില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടണം. ആർത്തവ സമയത്ത് പൂർണ്ണമായി കിടന്ന് വിശ്രമിക്കാതെ ദൈനംദിന കാര്യങ്ങളും പതിവ് പ്രവർത്തനങ്ങളും ചെയ്യുന്നത് തുടരുന്നതാണ് നല്ലത്. ഇത് അധികം തീവ്രതയില്ലാത്ത സാധാരണ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ കഠിനമായ വേദനയും മറ്റ് അസ്വസ്ഥതകളും ഉള്ളവർ കൃത്യമായ ചെക്കപ്പിലൂടെ രോഗകാരണം തിരിച്ചറിഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ മരുന്നുകൾ കഴിക്കേണ്ടതാണ്. നല്ല ഭക്ഷണശീലങ്ങളും കൃത്യമായ വ്യായാമവും അത്യാവശ്യമാണ് കുട്ടികളിൽ. കുട്ടികൾ സമീകൃത ആഹാരം കഴിക്കാൻ ശീലിക്കണം. ഒരുപാട് മധുരമുള്ള ഭക്ഷണങ്ങളും ജങ്ക് ഫുഡുകളും പൂർണ്ണമായി ഒഴിവാക്കുക. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരോട് കീപ് ആക്റ്റീവ്, ഈറ്റ് ഹെൽത്തി എന്ന രീതി പിന്തുടരാനാണ് നമ്മൾ നിർദ്ദേശിക്കേണ്ടത്.